10 ഫ്രണ്ട് ഇരിക്കുന്ന കുട്ടി സാർ ആദ്യം ഇങ്ങനെ കവർ ചെയ്യും ഫുള്ളി സ്റ്റുഡൻസിനെ നിൽക്കുന്നില്ല അതിനുശേഷം പിന്നെ അവിടെ നിന്ന് വന്നിട്ട് ഫുള്ള് കവർ ചെയ്യും ഇത് ഫ്ലാഗ് പൊങ്ങണ എല്ലാം കാണണം അവിടെ നിന്ന് ഫുൾ സ്റ്റുഡൻസിനെയും കവർ ചെയ്യണം ഫ്ലാഗ് Flight, attention. Stand it. Attention. So please. നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടു കൂടി 63ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷത്തിൻ്റെ പതാക ഞാൻ ഉയർത്തുന്നു. Flight, salute. Jai. Stand it. ആദരണീയരായ അധ്യാപകർ, പ്രിയമുള്ള വിദ്യാർത്ഥികൾ, വിദേശ ആധിപത്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം നുകരാൻ നമുക്ക് ലഭിച്ച 62 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. 63ാമത് സ്വാതന്ത്ര്യ ദിനാവകാശമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. ഈ സമയത്ത് നാം ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവത്യാഗം ചെയ്ത മഹാത്മജി ഉൾപ്പെടെയുള്ള ആദരണീയരായ നേതാക്കന്മാരെ അനുസ്മരിക്കുവാനും അവരുടെ പ്രവൃത്തികളും ചെയ്തികളും നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ആ പാതയെ പറ്റിയൊക്കെ ചിന്തിക്കുവാൻ നിങ്ങൾ ഈ അവസരം വിനിയോഗിക്കണം. സത്യത്തിൽ ഇന്ന് വളർന്നു വരുന്ന തലമുറയ്ക്ക് സ്വാതന്ത്ര്യ സമര സേനാനികളെ പറ്റിയോ അവർ ചെയ്തിട്ടുള്ള ത്യാഗങ്ങളെ പറ്റിയോ വളരെ കൂടുതൽ ആൾക്കാർക്ക് അറിയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവരന്ന് അനുഭവിച്ച ത്യാഗവും അവരുടെ ജീവനും അവരുടെ സ്വത്തും എല്ലാം നഷ്ടപ്പെടുത്തി അവർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം നമ്മൾ അവോളം നുകർന്നുകൊണ്ടിരിക്കുകയാണ്. 62 വർഷം കൊണ്ട് ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഒരു വൻ രാഷ്ട്രമായി മാറുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട്. നേട്ടങ്ങൾ ഏറെയാണെങ്കിലും കോട്ടങ്ങളും ഇനി ഏറെ നേടാനും നമുക്കുണ്ട്. ഈ നേട്ടങ്ങൾ നേടാൻ നമ്മൾ സജ്ജരായിരിക്കുന്ന സമയത്ത് ഇന്ത്യക്കാരെ നമ്മുടെ വളർച്ചയിൽ അസൂയുള്ള അയൽരാജ്യക്കാരും മറ്റ് വിദേശ രാഷ്ട്രങ്ങളും നമ്മെ നശിപ്പിക്കുവാനും കഴിവതും നമ്മളെ പഴയതുപോലെ നാട്ടുരാജ്യങ്ങളാക്കി വേർതിരിക്കുവാനുമുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്നുള്ള ആ മുദ്രാവാക്യത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഇത്രയൊക്കെ നേടുവാൻ കഴിഞ്ഞ് നമുക്ക് ഇനിയും വളരെയേറെ നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനുണ്ട്. ആ നമ്മുടെ നേതാക്കന്മാർ നമുക്ക് വേണ്ടി അർപ്പിച്ചിട്ടുള്ള ആ ജീവിത്യാഗത്തെ അനുസ്മരിച്ചുകൊണ്ട് ഇനിയുള്ള വരും കാലങ്ങളിലും നമ്മുടെ നേട്ടങ്ങൾ കൊയ്തെടുക്കുവാനും അതുപോലെ തന്നെ മറ്റുള്ള രാഷ്ട്രങ്ങളുടെ കുൽസിത ശ്രമങ്ങൾക്ക് മുമ്പിൽ അടിയറവ് പറയാതെ തീവ്രവാദങ്ങളും മറ്റു വാദങ്ങളും എല്ലാം ഉപേക്ഷിച്ച് നമ്മളെല്ലാവരും ഒരു ഇന്ത്യ ഒരൊറ്റ ജനത എന്നുള്ള മുദ്രാവാക്യത്തിൽ നിന്നുകൊണ്ട് ഇനിയും നമുക്ക് വളരെയധികം വികസിക്കുവാനുണ്ട്. ലോകരാഷ്ട്രങ്ങളുടെ മുമ്പിൽ ഇന്ത്യക്ക് 1ാം സ്ഥാനം കരസ്ഥമാക്കുവാൻ ഏറെ വർഷങ്ങളില്ല എന്നുള്ളതാണ് ലോകരാഷ്ട്രങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥ. ഈ അവസ്ഥയിലാണ് നമ്മളെ ഛിന്നഭിന്നമാക്കാൻ വേണ്ടി മറ്റു പല അയൽരാജ്യക്കാരും മറ്റുള്ളവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ കുൽസിത ശ്രമങ്ങളിൽ പെടാതെ തീവ്രവാദങ്ങളിലും മറ്റുള്ള വാദങ്ങളിലും പെടാതെ നമ്മളെല്ലാം ഒന്നാണെന്നും നമ്മുടെ രാജ്യം ഇന്ത്യയാണ് നമ്മുടെ രാജ്യമെന്നും ഇന്ത്യക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും വേണ്ടി പൊരുതണം എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ദേശസ്നേഹം ഉയർത്തിക്കാട്ടുവാൻ നിങ്ങളെല്ലാവരും സജ്ജരാകണമെന്ന്
അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അടുത്തതായി ഡെപ്യൂട്ടി CI അജയകുമാർ നായിക് സാർ നിങ്ങളോട് സംസാരിക്കും. Okay, students, my dear colleagues, this is the 63rd Independence Day of our India. After a lot of struggle and hardship, we have achieved this. That you are quite aware of. I'll not go into details of the struggles and hardship which our forefathers have gone. And also during the last 62 years, we have done a lot of progress in the field of industry, in the field of atomic energy, in the field of education, in the field of production. I'll not go into very details of the various programs we have undertaken. I'll go into small things of life, which is now a very much requirement for the existence of human life. Number one, your goal is to be a very disciplined AME in the field of aviation. That is only possible only when you maintain a good amount of discipline and you are exposed theoretically and practically into the subjects which you are studying. So, first aim is to achieve the goal for which you are meant. Second, now due to a lot of ecological imbalance, the greenery of the whole globe is going to vanish. We are cutting the plants every day. Plant is just providing you shelter, plant is providing you food, plant is providing you medicines and every sort of immunities and facilities you are getting from the plants. So on this Independence Day, can we just take a promise that we should plant a plant every year? If not possible, can we plant a plant in a lifetime? Will you do that? Will you do that, all of my friends? Yes, sir. At least we should plant a plant throughout our life, so that we are giving life to a plant and plant is giving life to us. So it is an inter-changing principle, give and take principle. And furthermore, we are just protecting this whole world from shortage of rain. As you know, rain provides us everything. Okay, without rain you cannot have good production in the field. So we should take a promise to plant a plant at least once a year. If not possible, at least once in the lifetime. So that proudly you can say that I have planted a plant and that plant has grown up to such height and it is just bearing fruits and shelter to everybody. Okay, students? Then I should say that you should practically expose yourself to the things which you are studying and whatever doubts you got, you should clarify it to the fullest. All our faculty members will just make an effort to get your doubts clarified. This much I'll tell. I'll not waste your valuable time, and I request all of you to say Jai Hind thrice with me. Jai Hind! Jai Hind! Jai Hind! Jai Hind! Jai Hind! Jai Hind! Okay, thank you. Just next Shyam sir. I have nothing to say more because all the things have been covered me, and lastly it is my opportunity. I wish on this occasion, on behalf of all my colleagues, all my instructors, I wish you all very happy Independence Day. As well as my request is the senior batches, please give adequate guidance to the juniors for their papers. Okay, and this is the time you should start. Please give correct guidance to the juniors, as well as juniors, please follow that.
Also, seniors, please try for your best result. We need the result. This time also we need the result. That is only with your effort. Okay, only with your effort that can be achieved. Okay, thank you and have a nice day. Light, attention. National anthem, begin. पंजाब सिंध गुजरात मराठा द्राविड उत्कल बंगा विंध्य हिमाचल यमुना गंगा उच्चल जलधि तरंगा तब शुभ नामे जाहे तब शुभाशिष मागे गाहे तब जय गाथा जनगण मंगलदायक जय हे भारत भाग्य विधाता जय हे जय हे जय हे जय 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 हे जय हे जय जय हे जय जय हे जय Stand this. പേരും ബാച്ചും പറയുന്നു. പേരും ബാച്ചും പറയും. He is Mani Mohan. Batch number 7, roll number 20. Respected Deputy CI, Accounts Manager, all my instructors, and my dear friends. Good morning to you all. I'm standing before you to say a few words on Independence Day. Before beginning, let me inform you that today is the 53rd Independence Day celebrated all over India. As you all know, that Independence Day is the solemn occasion to remember the sacrifices made by our great leaders. We are proud to be Indians. The most important blinding factor is our national tricolor, which symbolizes all that our society stands for. We are inheritors of a great civilization. We celebrate this day with commitment because we know the struggle and sacrifices our great leaders did to gain independence for our Mother India. There may be minor deficiencies, but I have no doubt in my mind that without their struggle and sacrifices, we would not have reached where we are today. According to me, the message for our tricolor is to use our freedom for building friendly neighborhood, providing care and comfort to the needy, using the national resources for the upliftment of the downtrodden, and above all, to hold the values of our country at the highest peak of global tower. Let us recommit ourselves to this objective. Thank you. वो लोग नहीं करने ഒരു ലൈൻ രണ്ടുപേരും അപ്പുറം അപ്പുറം എടുത്തു മോനെ എടുത്തു 2 lines set at I am can attack. इसका खत्म हो गया नहीं अभी नहीं डिस्टर्ब तो होना खोलना ഇവിടെ
Right, attention. Disperse. ഇത് നമ്മളൊന്നും